നമസ്കാരം. വേദാസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിന്റെ പാർട്ട് 1 യൂണിറ്റ് 1. യൂണിറ്റ് 1ന്റെ പേര് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ. അതിലെ ഒന്നാമത്തെ പാഠമായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, റസ്കിൻ ബോണ്ടിന്റെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന കഥയാണ്. അതിന്റെ അവസാനത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കടക്കുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് കാണുന്നതിന് മുമ്പ് ഇതിനു മുമ്പുള്ള രണ്ട് ഭാഗങ്ങൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഈ പാഠവുമായി ബന്ധപ്പെട്ട് വേദാസിന്റെ ക്ലാസിന്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കണ്ടിട്ടില്ലാത്തവര് അതൊന്ന് കണ്ടിട്ട് വരാനായിട്ട് അപേക്ഷിക്കുകയാണ്. അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയായിട്ട് ഇതിന്റെ അവസാന ഭാഗത്തിലേക്ക് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന പാഠത്തിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക്, അവസാനത്തെ പാർട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. അതിനു മുമ്പ് ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ പഠിച്ചത് എന്താണ്? അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്നത് റസ്കിൻ ബോണ്ട് എന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരന്റെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ്, അതല്ലെങ്കിൽ ജീവകഥാംശം ഉള്ള, അല്ലെങ്കിൽ ആത്മകഥാംശമുള്ള ഒരു കഥയാണ്. ഏത്? അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഇൻ ദിസ് സ്റ്റോറി ദി നരേറ്റർ ഡിസ്ക്രൈബ്സ് some of his childhood experiences which is circled in the midst of an old banyan tree. അല്ലെ, ഒരു പഴയ ആൽമരവുമായി ചുറ്റപ്പെട്ട് നിൽക്കുന്ന, അല്ലെ, ഒരു പഴയ ആൽമരവുമായി ചുറ്റപ്പെട്ട് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം, ആ കുട്ടിക്കാലത്ത് ചില സംഭവങ്ങൾ കോർത്തിണക്കിയുള്ള ഒരു കഥയാണ് ദി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, അല്ലെങ്കിൽ ആൽമരത്തിലെ സാഹസങ്ങൾ. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ദ ബോയ്സ് അക്വൈന്റൻസ് വിത്ത് എ സ്ക്വിറൽ, ഒരു അണ്ണാൻ കുഞ്ഞുമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അണ്ണാനുമായിട്ടുള്ള നമ്മുടെ ആൺകുട്ടിയുടെ അക്വൈന്റൻസ്, അടുപ്പം. രണ്ടാമത്തെ കാര്യം എന്താണ്? ദ ബാറ്റിൽ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ദ ഫൈറ്റ് ബിറ്റ്വീൻ എ സ്നേക്ക് ആൻഡ് ദ മംഗൂസ് അണ്ടർ ബിനീത്ത് ദ ബനിയൻ ട്രീ വൈൽ ദ ബോയ് വാസ് സിറ്റിംഗ് ഇൻ ദ ബനിയൻ ട്രീ. ഈ ആൺകുട്ടി ആൽമരത്തിൽ ഇരിക്കുമ്പോൾ ഈ ആൽമരത്തിന് താഴെ വെച്ച് നടക്കുന്ന ഒരു പാമ്പ്, ഒരു മൂർഖൻ പാമ്പും ഒരു കീരിയും തമ്മിലുള്ള ഫൈറ്റ്, അടി, ഓക്കെ, ഒരു യുദ്ധം. അത് അങ്ങനെ ഈ രണ്ട് സംഭവങ്ങൾ, രണ്ട് ഇവന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ രസകരമായിട്ടുള്ള ഇവന്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ഇവന്റിലേക്ക് പോവാം. ദ ബനിയൻ ട്രീ വാസ് ആൽസോ ദ സെറ്റിംഗ് ഫോർ വാട്ട് വി വെയർ ടു കോൾ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ദ ഗ്രേ സ്ക്വിറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്. ദ ബനിയൻ ട്രീ, നമ്മുടെ ഈ ആൽമരം, വാസ് ആൽസോ ദ സെറ്റിംഗ്, എന്തുമായിരുന്നു? ദ സെറ്റിംഗ്. സെറ്റിംഗ് എന്നാൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്ന ആ രംഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സെറ്റിംഗ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പശ്ചാത്തലം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അരങ്ങ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ദ ബനിയൻ ട്രീ, നമ്മുടെ ആൽമരം എന്തിനുള്ള അരങ്ങായിരുന്നു, എന്തിനുള്ള വേദിയായിരുന്നു? ഫോർ വാട്ട് വി വെയർ ടു കാൾ, നമ്മൾ ഇങ്ങനെ വിളിക്കേണ്ടിയിരുന്ന, എന്താണ്? ടു കോൾ ദ സ്ട്രേഞ്ച് കേസ്, വിചിത്രമായിട്ടുള്ള കേസ്, വിചിത്രമായിട്ടുള്ള സംഭവം, ഓഫ് ദ ഗ്രേ സ്ക്വിറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്, നമ്മുടെ അണ്ണാനും ഒരു വെള്ളെലിയും തമ്മിലുള്ള. അപ്പൊ ആരൊക്കെയാണ് ഇവിടെ കഥാപാത്രങ്ങള്? ഒരണ്ണാൻ, പിന്നെ ആരാ? ഒരു വെളുത്ത എലി, വെള്ളെലി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാം. ഇത് രണ്ടും, അണ്ണാൻ അല്ലെങ്കിൽ സ്ക്വിറൽ എന്താണ്? റോഡന്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ്. വൈറ്റ് റാറ്റ്, എലി, വെള്ളെലി, അതും ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്? റോഡന്റ്, അല്ലെങ്കിൽ കരണ്ട് തിന്നുന്ന ജീവികളുടെ വിഭാഗത്തിൽപ്പെടുന്ന രണ്ട് ജീവികളാണ് വൈറ്റ് റാറ്റും സ്ക്വിറലും, അണ്ണാനും വെള്ളെലിയും. അപ്പൊ ഈ അണ്ണാനും വെള്ളെലിയും തമ്മിലുള്ള, അല്ലെങ്കിൽ അണ്ണാന്റെയും വെള്ളെലിയും സംബന്ധിക്കുന്ന വിചിത്രമായിട്ടുള്ള ഒരു കേസിന് പശ്ചാത്തലമൊരുങ്ങിയ സ്ഥലം ഏതാണ്? നമ്മുടെ ഈ ആൽമരമാണ്. ദ വൈറ്റ് റാറ്റ്, നമ്മുടെ ഈ വെള്ളെലി, വാസ് ഗ്രാൻഡ് ഫാദേഴ്സ്, ആരുടേതാണ്? മുത്തശ്ശന്റേതാണ്. മുത്തശ്ശൻ വളർത്തുന്ന പെറ്റാണ്, അല്ലെങ്കിൽ ജീവിയാണ് എന്ത്? ഈ വൈറ്റ് റാറ്റ്, അല്ലെങ്കിൽ വെള്ളെലി. ഹി ഹാഡ് ബോട്ട്, ഇദ്ദേഹം ഇതിനെ വാങ്ങിച്ചിരിക്കുന്നത് ഫ്രം ദ ബസാർ, എവിടെ നിന്നാണ്? ചന്തയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബസാറിൽ നിന്നാണ്, ചന്തയിൽ നിന്നാണ് ഇദ്ദേഹം ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഫോർ 4 അണാസ്, എത്രയ്ക്കാണ്? 4 അണപ്പൈസക്കാണ്. അതായത് പണ്ട് കാലത്ത് അണ എന്ന ഒരു കോയിൻ സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് 1 രൂപയുടെ 16ൽ 1 ഒരു അണ. അപ്പൊ 4 അണ എന്നാൽ 1 രൂപയുടെ 16ൽ 1 എന്ന് വെച്ചാൽ 4 അണ എന്ന് വെച്ചാൽ എന്താണ്?
4 എന്ന് വെച്ചാൽ 25 പൈസയാണ്. ഓക്കെ, അപ്പൊ 25 പൈസക്ക്, അന്ന് 25 പൈസക്ക് നല്ല വിലയുള്ള കാലമായിരിക്കാം. ഓക്കെ, അപ്പൊ 25 പൈസക്ക് അല്ലെങ്കിൽ 4 അണയ്ക്ക്, ഇപ്പൊ അണയുടെ ഒരു ചിത്രമാണ് നമ്മളിവിടെ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ 4 അണയ്ക്ക് ആര് വാങ്ങിച്ചു? മുത്തശ്ശൻ വാങ്ങിച്ച ഈ വെള്ളരിയും ഈ സ്ക്വിറലും തമ്മിലുള്ള ഒരു വിചിത്രമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നരേറ്റ് ചെയ്യുന്നത്, വിവരിക്കുന്നത്. ബട്ട് ഐ വുഡ് ഓഫൻ ടേക്ക് ഇറ്റ് വിത്ത് മീ. അപ്പം ഇത് ആരുടെ വെള്ളരിയാണ്? ഇത് മുത്തശ്ശന്റെ വെള്ളരിയാണ്. ദ വൈറ്റ് റാറ്റ് ബിലോങ്സ് ടു ഗ്രാൻഡ് ഫാദർ ആൻഡ് ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫോർ 4 അണാസ്. 4 അണയ്ക്ക് ചന്തയിൽ നിന്ന് വാങ്ങിച്ചതാണ് ആര്? മുത്തശ്ശൻ. ആരെ? ഈ വെള്ളരിയെ. ഓക്കെ, ബട്ട് ഐ വുഡ്, പക്ഷേ ഐ വുഡ് ഓഫൻ ടേക്ക് ഇറ്റ് വിത്ത് മീ. ഞാൻ ഇതിനെ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. എങ്ങോട്ടേക്കാ? ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ. വേരുകളിലേക്കും അതുപോലെ ശിഖരങ്ങളിലേക്കും കൊമ്പുകളിലേക്കും എന്തിന്റെ? ഓഫ് ദ ഓൾഡ് ബനിയൻ ട്രീ. നമ്മുടെ ഈ ആൺകുട്ടിയുടെ ഡൊമൈൻ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ അധീനതയിലാണ് എന്ത്? ഈ ആൽമരം അല്ലെങ്കിൽ ഈ ആൺകുട്ടിയുടെ വേർഡ്. ദ ബനിയൻ ട്രീ വാസ് എൻറ്റയർലി ദ ബോയ്സ് വേൾഡ്. ഈ ആൺകുട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ലോകമായിരുന്നു എന്ത്? ഈ ആൽമരം. ഈ ആൽമരത്തിലേക്ക് ആരെ കൊണ്ടുപോകും? ഈ വെള്ളരിയെ എടുത്തുകൊണ്ട് പോകും. എങ്ങോട്ടേക്കാ കൊണ്ടുപോവുക? ഈ ആൽമരത്തിന്റെ റൂട്ട്സ്, വേരുകളിലേക്കും കൊമ്പുകളിലേക്കും കൊണ്ടുപോകും. ബനിയൻ ട്രീ വേർ ഇറ്റ്, അവിടെ സൂൺ, ഉടനെ തന്നെ, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിനെ ഈ വെള്ളരിയെ ഈ ആൺകുട്ടി എടുത്തോണ്ട് പോവും, നമ്മുടെ ഈ നരേറ്റർ എടുത്തോണ്ട് പോവും. അവിടെ ഇദ്ദേഹം സൂൺ സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ്. അവിടെ എന്ത് ചെയ്തു? ഒരു കൂട്ടുകെട്ടുണ്ടായി. ആരൊക്കെ തമ്മിലാ? വിത്ത് വൺ ഓഫ് ദ സ്ക്വിറൽസ്, ഒരു അണ്ണാനുമായിട്ട്, അല്ലെ? ഒരു അണ്ണാനുമായിട്ട് അങ്ങ് കൂട്ടായി. ആരൊക്കെയാണ് കൂട്ടാവുന്നത്? ദ വൈറ്റ് റാറ്റ്, ആരുടേതാണ് ഈ വൈറ്റ് റാറ്റ്? ഗ്രാൻഡ് ഫാദേഴ്സ് വൈറ്റ് റാറ്റ്. ഓക്കെ, മുത്തശ്ശന്റെ വെള്ളരിയെ നമ്മുടെ ഈ ബോയ് എന്ത് ചെയ്യും? ഹി വുഡ് ടേക്ക് ദിസ് വൈറ്റ് റാറ്റ് ടു ദ ബനിയൻ ട്രീ. ആൽമരത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോകും. അവിടെ ദിസ് വൈറ്റ് റാറ്റ് ആൻഡ് വൺ ഓഫ് ദ സ്ക്വിറൽസ് ഇൻ ദാറ്റ് ബനിയൻ ട്രീ ബിക്കെയിം ഫ്രണ്ട്സ്. ആ ആൽമരത്തിലെ ഒരു അണ്ണാനും ഈ വെള്ളരിയും എന്ത് ചെയ്തു? കൂട്ടുകാരായി. ഓക്കെ, നല്ല കൂട്ടുകാരായി. ദേ വുഡ് ഗോ ഓഫ് ടുഗദർ. അവരെന്ത് ചെയ്യും? ഗോ ഓഫ് എന്ന് വെച്ചാൽ ടു ട്രാവൽ അല്ലെങ്കിൽ ടു സ്റ്റാർട്ട് എ ജേർണി. അവരെന്ത് ചെയ്യും? പോകും. ഓക്കെ, ദേ വുഡ് ഗോ ഓഫ് ടുഗദർ. ഓക്കെ, ഗോ ഓഫ് എന്ന പ്രപ്പോസിഷന് മറ്റൊരു അർത്ഥം കൂടെ ഉണ്ട്. ഓക്കെ, അത് ഫ്രൈസൽ വെർബ് എന്ന ടോപ്പിക് ഉടനെ നമ്മൾ പഠിക്കും. അപ്പൊ അതിന്റെ കൂടെ പറയാം. ഓക്കെ, എന്തായാലും ഗോ ഓഫ് ടുഗദർ ഓൺ ലിറ്റിൽ എക്സ്കർഷൻസ്, അല്ലെ? ഇവരെന്ത് ചെയ്യും? ഇവർ രണ്ടുപേരും ഒരുമിച്ച് എന്ത് ചെയ്യും? യാത്ര പുറപ്പെടും, അല്ലെ? സെറ്റ് ജേർണി, അല്ലെ? യാത്ര പുറപ്പെടും. ഓൺ ലിറ്റിൽ എക്സ്കർഷൻസ്. എന്താണ്? ചെറിയ ചെറിയ എക്സ്കർഷൻസ്. എക്സ്കർഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? വിനോദയാത്ര അല്ലെങ്കിൽ ചെറിയ പര്യടനം അല്ലെങ്കിൽ വിനോദയാത്ര എന്ന് തന്നെയാണ് ടൂർ. ഓക്കെ, ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? ഷോർട്ട് ടൂർ അല്ലെങ്കിൽ ചെറിയ വിനോദയാത്ര എമംഗ് ദ ബ്രാഞ്ചസ്. എങ്ങോട്ടേക്കാണ്? ഊട്ടിയിലും കൊടൈക്കനാലിലേക്കൊന്നുമല്ല. എവിടേക്കാണ്? എമംഗ് ദ ബ്രാഞ്ചസ്. ഈ മരത്തിന്റെ കൊമ്പുകളിലേക്ക് അവരെന്ത് ചെയ്യും? യാത്ര ചെയ്യും. കൊമ്പുകളിലൂടെ അവരെന്ത് ചെയ്യും? എക്സ്കർഷൻ, അവരിങ്ങനെ പോവും. അപ്പോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മുത്തശ്ശന് ഒരു വൈറ്റ് റാറ്റ് ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹം എവിടെ നിന്ന് വാങ്ങിച്ചതാണ്? ബസാറിൽ നിന്ന് വാങ്ങിച്ചതാണ്. എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 4 അണയ്ക്കാണ് വാങ്ങിച്ചത്, അല്ലെ? എത്രയ്ക്കാണ്? 4 അണയ്ക്ക് വാങ്ങിച്ചു. അപ്പൊ ഈ വൈറ്റ് റാറ്റിനെ ആരെടുക്കും? ആര് എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? നമ്മുടെ ബോയ് എന്ത് ചെയ്യും? ഹി വുഡ് ടേക്ക് ദിസ് വൈറ്റ് റാറ്റ് ടു ദ ബനിയൻ ട്രീ. ആൽമരത്തിലേക്ക് കൊണ്ടുപോകും. ദിസ് വൈറ്റ് റാറ്റ് ആൻഡ് സ്ക്വിറൽ ബിക്കെയിം ഇന്റിമേറ്റ് ഫ്രണ്ട്സ്. അവിടെ ഇവർ രണ്ടുപേരും എന്താണ്? ആരൊക്കെയാണ് രണ്ടുപേര്? സ്ക്വിറൽ, ഈ അണ്ണാനും ഈ വൈറ്റ് റാറ്റും തമ്മിൽ വലിയ കൂട്ടുകാരാവും. ഓക്കെ, ആൻഡ് ദേ വുഡ് ഗോ ഫോർ എ ലിറ്റിൽ എക്സ്കർഷൻസ്. അവർ അവിടെ ചെറിയ ചെറിയ എന്താണ്? ടൂറൊക്കെ പോകും, വിനോദയാത്രയൊക്കെ നടത്തും. ഓക്കെ, ദെൻ അതിനുശേഷം സംഭവിക്കുന്ന കാര്യം, ദ സ്ക്വിറൽ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് എ നെസ്റ്റ്. ഈ അണ്ണാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? സ്റ്റാർട്ടഡ് ബിൽഡിംഗ് എ നെസ്റ്റ്, ഒരു കൂട് ഒരുക്കാനായിട്ട് തുടങ്ങി. അറ്റ് ഫസ്റ്റ്, തുടക്കത്തിൽ, ആദ്യം, ഷീ ട്രൈഡ് ബിൽഡിംഗ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്. ഈ സ്ക്വിറലും ഈ ബോയും എന്താണ്? ദേ ആർ ഫ്രണ്ട്സ്, അല്ലെ? അവരെന്താണ്? നല്ല കൂട്ടുകാരാണ്. അതാണ് നമ്മൾ ആദ്യത്തെ ഇവന്റ് ആയിട്ട് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. അപ്പൊ ഈ അണ്ണാൻ എന്ത് ചെയ്തു? ഇറ്റ് ട്രൈഡ് ടു മേക്ക് നെസ്റ്റ് ഓൺ ദ ബോയ്സ് പോക്കറ്റ്. ഈ ആൺകുട്ടിയുടെ പോക്കറ്റിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? കൂടൊരുക്കാൻ ശ്രമിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, കൂടൊരുക്കാനായിട്ട് തുടങ്ങി. ആൻഡ് വെൻ ഐ വെന്റ് ഇൻഡോഴ്സ്. അപ്പോ ഇതെന്താണ്? വെൻ ഐ വെന്റ്, ഞാൻ എവിടേക്ക് പോയപ്പോൾ. ഇൻഡോർസ്, ഇൻഡോർസ് എന്ന് വെച്ചാൽ എന്താണ്? ഡോറിന് ഇൻ, ഡോറിന്റെ അകത്ത്. അപ്പൊ ഔട്ട്ഡോർ എന്താ? അതിന്റെ ഓപ്പോസിറ്റ്. ഡോറിന് വെളിയിൽ ഔട്ട്ഡോർ, ഡോറിന് അകത്ത് ഇൻഡോർ. അപ്പോ ഇദ്ദേഹം എങ്ങോട്ടേക്ക് പോയപ്പോൾ? ഇദ്ദേഹം
വീട്ടിനുള്ളിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ വാതിലിനകത്തേക്ക്, അത് തന്നെയാണ് വീട്ടിനുള്ളിലേക്ക് നിന്ന് നമ്മളിവിടെ പറയുന്നത് അല്ലെ. വീട്ടിനകത്തേക്ക് പോയപ്പോൾ അദ്ദേഹം എന്താ കാണുന്നത്? അദ്ദേഹം കാണുന്നത് ആൻഡ് വെൻ ചേഞ്ച്ഡ് മൈ ക്ലോത്ത്സ് അദ്ദേഹം എന്ത് ചെയ്തു? തുണിയൊക്കെ മാറ്റി അല്ലെ, ഡ്രസ്സൊക്കെ മാറുന്ന സമയത്ത് ഐ വുഡ് ഫൈൻഡ്, ഞാൻ കാണും. എന്തൊക്കെയാ കാണുക? സ്ട്രോ. എന്താ സ്ട്രോ? വൈക്കോല്. ഓക്കെ, എന്താണ് സ്ട്രോ? വൈക്കോല് ആൻഡ് ഗ്രാസ്, പുല്ല്. ഓക്കെ, പുല്ലും വൈക്കോലും ഒക്കെ എന്ത് ചെയ്യും? ഫാളിങ് ഔട്ട്. എവിടെ നിന്ന് വീഴും? ഈ ഡ്രസ്സിൽ നിന്ന് വീഴും. അപ്പൊ ഇദ്ദേഹം എന്താ പറയുന്നത് അവിടെ? ഇദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഈ സ്ക്വിറൽ ട്രൈ ടു മേക്ക് നെസ്റ്റ്, ഈ അണ്ണാൻ എന്ത് ചെയ്തു? കൂടുണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അത് എന്ത് ചെയ്തു? ഇദ്ദേഹം വീടിനകത്തേക്ക് പോകുമ്പോൾ ഇദ്ദേഹം വെൻ ഹി ചേഞ്ച്ഡ് ഹിസ് ഡ്രസ്, അദ്ദേഹം ഡ്രസ്സ് മാറ്റുമ്പോൾ ഇദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ തുണിയിൽ നിന്ന് എന്തൊക്കെ വീഴാൻ തുടങ്ങി? സ്ട്രോ എന്ന് വെച്ചാൽ എന്താണ്? വൈക്കോല്. എന്താണ്? ഗ്രാസ്, പുല്ല്. അപ്പൊ ഈ ഗ്രാസും പുല്ലും എല്ലാം വീഴാനായിട്ട് തുടങ്ങി. ദാറ്റ് മീൻസ് ദാറ്റ് സ്ക്വിറൽ ട്രൈഡ് ടു മേക്ക് എ നെസ്റ്റ് ഇൻ ദ ബോയ്സ് പോക്കറ്റ്. ഈ അണ്ണാൻ എന്ത് ചെയ്തു? ഈ ആൺകുട്ടിയുടെ പോക്കറ്റിൽ നെസ്റ്റ് ഉണ്ടാക്കാനായിട്ട്, കൂടുണ്ടാക്കാനായിട്ട് നോക്കി. അതിന്റെ അടയാളമാണ് ഈ ഡ്രസ്സിൽ നിന്ന് ഈ പുല്ലും വൈക്കോലും ഒക്കെ വീഴുന്നത്. ഓക്കെ, ദെൻ വൺ ഡേ, പിന്നെ ഒരു ദിവസം ഗ്രാൻഡ് മദേഴ്സ്, മുത്തശ്ശിയുടെ നിറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ പ്രായമായ ആൾക്കാരെല്ലാം എന്ത് ചെയ്യും? തുണിയില് ഇങ്ങനെ തച്ച് എന്ത് ചെയ്യും? രൂപങ്ങളൊക്കെ ഉണ്ടായി. അതിനെയാണ് നിറ്റിംഗ് എന്ന് വിളിക്കുക. നിറ്റിംഗ് എന്ന് വെച്ചാൽ തയ്യൽ സൂചി, അതാണ് തയ്ക്കുക. തയ്യൽ സൂചിയും അതിന്റെ സെറ്റിനെയും നമ്മൾ എന്താ വിളിക്കുക? നിറ്റിംഗ് എന്നാണ് വിളിക്കുക. നിറ്റിംഗ് നീഡിൽ എന്ന് വെച്ചാൽ നമ്മൾ കൈ തയ്യലിടുന്ന സൂചിയാണ് നിറ്റിംഗ് നീഡിൽ. അവിടെ കെ സൈലന്റ് ആണ്, നിറ്റിംഗ് എന്നാണ്. ഓക്കെ, നിറ്റിംഗ് അല്ല, നിറ്റിംഗ്. ഓക്കെ, അപ്പൊ ഒരു ദിവസം, ദെൻ വൺ ഡേ, ഒരു ദിവസം ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിംഗ്. മുത്തശ്ശിയുടെ നിറ്റിംഗ്, തയ്യൽ സൂചിയൊക്കെ എന്ത് ചെയ്യാൻ, തയ്യൽ സൂചിയും മറ്റു സാമഗ്രികളും എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. ഇറ്റ് വാസ് മിസ്സിംഗ്, കാണാതായി. വി ഹണ്ടഡ് മീൻസ് വേട്ടയാടുക അല്ലെങ്കിൽ തിരയുക. വി ഹണ്ടഡ് ഫോർ ഇറ്റ് എവ്രിവെയർ. ദേ സെർച്ച്ഡ് എവ്രിവെയർ. അവരെല്ലായിടത്തും സെർച്ച് ചെയ്തു, എല്ലായിടത്തും തിരഞ്ഞു. ഫോർ എവ്രിവെയർ ബട്ട് വിത്തൗട്ട് സക്സസ്. പക്ഷെ എന്ത് ചെയ്തില്ല? വിജയിച്ചില്ല. വിത്തൗട്ട് സക്സസ് മീൻസ് വിജയം. അവരെല്ലായിടത്തും തിരഞ്ഞെങ്കിലും വിജയിച്ചില്ല. ദാറ്റ് മീൻസ് ദേ ഡിഡ്ന്റ് ഗെറ്റ് ദ നിറ്റിംഗ്. അവർക്ക് എന്ത് കിട്ടിയില്ല? ഇൻ ദ സെർച്ച് അല്ലെ, ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഈ നിറ്റിംഗ് കിട്ടിയില്ല എന്നാണ്. നെക്സ്റ്റ് ഡേ, അപ്പൊ അതിന്റെ തൊട്ടടുത്ത ദിവസം, അപ്പൊ ഈ നിറ്റിംഗ് ഒക്കെ നഷ്ടപ്പെട്ടു. എവിടെ പോയി? അതിന്റെ തൊട്ടടുത്ത ദിവസം ഐ സോ സംതിങ്, ഞാൻ എന്തോ കണ്ടു. ഗ്ലിൻഡിങ് മീൻസ് എന്താണ്? ഗ്ലിറ്റർ അല്ലെങ്കിൽ തിളങ്ങുക എന്നാണ്. ഗ്ലിൻഡ് ചെയ്യാന്ന് വെച്ചാൽ തിളങ്ങുക. സംതിങ് ഗ്ലിൻഡിങ് ഇൻ ദ ഹോൾ ഇൻ ദ ബനിയൻ ട്രീ. ഈ ആൽമരത്തിലെ ഒരു പൊത്ത്, ഈ ആൽമരത്തിലെ ഒരു പൊത്തിൽ എന്തോ ഒരു സാധനം ഇരുന്ന് തിളങ്ങുന്നു. ഓക്കെ, ഈ ആൽമരത്തിലെ പൊത്തിൽ എന്ത് ചെയ്യുന്നു? എന്തോ തിളങ്ങുന്നുണ്ട്. ഓക്കെ, ഗോയിങ് അപ് ടു ഇൻവെസ്റ്റിഗേറ്റ്. ഞാൻ എന്ത് ചെയ്തു? ഗോയിങ് അപ്പ്. ദ ബോയ് ക്ലൈംബ്ഡ് ദ ബനിയൻ ട്രീ. ആൺകുട്ടി എന്ത് ചെയ്തു? മുകളിലേക്ക് പോയി. ടു ഇൻവെസ്റ്റിഗേറ്റ്, എന്തിനാ പോയത്? ചുമ്മാ പോയതാണോ? അല്ല, ടു ഇൻവെസ്റ്റിഗേറ്റ്, അന്വേഷിക്കാനായിട്ട്. ഇൻവെസ്റ്റിഗേറ്റ് മീൻസ് ടു എൻക്വയർ അല്ലെങ്കിൽ അന്വേഷിക്കുക. ഇത് എന്താണ് സംഭവം എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോയപ്പോൾ ഐ സോ, ഞാൻ കണ്ടു. ഞാൻ മനസ്സിലാക്കി ദാറ്റ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ദ ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. ഇത് എന്തിന്റെ അറ്റമാണ്? ഇത് എന്തിന്റെ എന്താണ്? അവസാനത്തെ പോർഷൻ ആണ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ്, എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. മുത്തശ്ശിയുടെ, അമ്മമ്മയുടെ സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ അല്ലെ, സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ തുന്നൽ സൂചി അല്ലെ, തുന്നുന്ന സൂചിയാണ് ഏത്? ഇവിടെ ഇരുന്ന് ഈ തിളങ്ങുന്നത്. ഇതാണ് എന്ത് ചെയ്തത്? തലേ ദിവസം അവരെല്ലായിടത്തും സെർച്ച് ചെയ്തത്. ഈ പൊത്തിലിരുന്നാൽ കാണോ? ഈ ആൽമരത്തിലെ ഹോളിൽ ഇരുന്നാൽ, ഈ ബനിയൻ ട്രീയുടെ ഹോളിൽ ഇരുന്നാൽ അവർക്ക് എന്ത് ചെയ്യത്തില്ല? വീട്ടിൽ അന്വേഷിച്ചാൽ കാണാൻ പറ്റില്ല. ദ സ്റ്റീൽ നിറ്റിംഗ് വാസ് ഇൻ ദ ബനിയൻ ട്രീ, ഇൻ ദ ഹോൾ ഓഫ് ദ ബനിയൻ ട്രീ. ഒരു പൊത്തിനുള്ളിലാണ് അല്ലെ, പൊത്തിനുള്ളിലായിരുന്നു ഇരുന്നത്. അപ്പൊ ഇത് ആര് മനസ്സിലാക്കി? ഇദ്ദേഹം മനസ്സിലാക്കി. ഓൺ ലുക്കിംഗ് ഫർദർ, കൂടുതൽ നോക്കിയപ്പോൾ, കൂടുതൽ വിശദമായിട്ട് ആര് നോക്കി? നമ്മുടെ ഈ നരേറ്റർ, വിവരിക്കുന്ന ആള് നോക്കിയപ്പോഴോ ഐ ഡിസ്കവേർഡ്, ഞാൻ കണ്ടു അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി ദാറ്റ് ദ ഹോൾ വാസ് ക്രാംഡ്. ഈ ഹോള്, ഈ പൊത്ത് വാസ് ക്രാംഡ്. ക്രാംഡ് എന്ന് വെച്ചാൽ എന്താണ്? തിരികെ കയറ്റി വെക്കുക അല്ലെങ്കിൽ നിറച്ചു വെക്കുക. ടു ഫിൽ വിത്ത്,
അല്ലെങ്കിൽ ടു സ്റ്റഫ് വിത്ത്, നിറച്ചു വെച്ചിരിക്കുകയാണ്. എന്താ നിറച്ചു വെച്ചിരിക്കുന്നത്? വിത്ത് നിറ്റിങ്. ഈ തയ്ക്കുന്ന തുണിയും കമ്പിളിയും എല്ലാം ഇങ്ങനെ നൂലും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യാണ്? നിറച്ചു വെച്ചിരിക്കുകയാണ്, കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ്. ക്രാം ചെയ്യാന്ന് വെച്ചാൽ കുത്തി നിറച്ചു വെക്കുക എന്നാണ് അതിന്റെ മലയാളം. ഓക്കെ, ക്രാംഡ് വിത്ത് നിറ്റിങ്. ആൻഡ് അമംഗ്സ് ദ വൂൾ, ഈ കമ്പിളിയുടെയൊക്കെ ഇടയില് വേർ 3 ബേബി സ്ക്വിറൽസ്. ആരുണ്ടായിരുന്നു? 3. എത്ര? 3 എണ്ണം. ആരാണ്? ബേബി സ്ക്വിറൽസ്, അണ്ണാൻ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? ഈ നിറ്റിങ്ങിൽ അല്ലെ. ഈ അണ്ണാൻ കൂടെ ഉണ്ടാക്കിയ എന്തിനാണ് ഇന്നിപ്പോ മനസ്സിലായി കാണും അല്ലെ. ഈ അണ്ണാൻ എന്ത് ചെയ്തു? 3 കുഞ്ഞ് അണ്ണാൻ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. ആൾ ഓഫ് ദം വൈറ്റ്. ഇവര് 3 പേരും എന്താണ്? വെളുത്തിട്ടാണ്. ഈ മദറിനെ പോലെയല്ല, അമ്മയെ പോലെ അല്ല. അമ്മ എന്താണ്? ഷീസ് എ ഗ്രേ സ്ക്വിറൽ, ചാര നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞാണ്. പക്ഷെ ഈ 3 കുഞ്ഞുങ്ങളോ? ഈ 3 കുഞ്ഞുങ്ങളും വെളുത്തിട്ടാണ്. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ. മുത്തശ്ശൻ ഇതിനു മുമ്പ് ഒരിക്കലും നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ്, വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ വെളുത്ത അണ്ണാനെ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. നമ്മൾ മീൻസ് ദ നരേറ്റർ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ, മേ ബി ഹിസ് ഗ്രാൻഡ് മദർ, അങ്ങനെ എല്ലാവരും അല്ലെ, അവരെല്ലാവരും ഗേസ്ഡ്. ഗേസ് എന്ന് വെച്ചാൽ എന്താണ്? നോക്കി നിൽക്കുക എന്നാണ്. ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ അതിശയത്തോടെ, അല്ലെങ്കിൽ എന്താണ് ആരാധനയോടെയൊക്കെ നോക്കി നിൽക്കുന്നതിനെയാണ് ഗെയ്സ് എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. ഞങ്ങൾ ആരെ നോക്കി നിന്നു? ഈ അണ്ണാൻ കുഞ്ഞുങ്ങളെ നോക്കി നിന്നു. എങ്ങനെയാ നോക്കി നിന്നത്? ഇൻ വണ്ടർ, അത്ഭുതത്തോടെ. എങ്ങനെയാണ്? അത്ഭുതത്തോടെ നോക്കി നിന്നു. വി വെയർ പസിൽഡ്. നമുക്ക് എന്തായി? പസിൽഡ്. പസിൽഡ് എന്ന് വെച്ചാൽ ആശയക്കുഴപ്പം ഉണ്ടാവുക. പസിൽ എന്ന് വെച്ചാൽ എന്താണ്? ആശയക്കുഴപ്പം ഉണ്ടാവുക. വി വെയർ പസിൽഡ്. നമുക്കറിയില്ല, നമ്മൾ ആകെ കുഴങ്ങിയിരിക്കുകയാണ്. ഇത് എന്താ സംഭവം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഫോർ സം ടൈം, കുറച്ചു നേരത്തേക്ക് അങ്ങനെ പസിൽഡ് ആയിട്ട് നിൽക്കുകയാണ്. ബട്ട് വെൻ ഐ മെൻഷൻഡ് അല്ലെ, പക്ഷേ വെൻ ഐ മെൻഷൻഡ് ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വന്റ് വിസിറ്റ് ടു ദ ട്രീ. ഈ വെളുത്ത അണ്ണാൻ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് എവിടെ വരുമെന്ന്, ഈ മരത്തിൽ വരുമെന്ന് ആര് നരേറ്റ് ചെയ്തപ്പോൾ, ആര് ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ? നമ്മുടെ നരേറ്റർ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ, ദാറ്റ് ദ നരേറ്റർ ടോൾഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ദാറ്റ് ദ വൈറ്റ് റാറ്റ് യൂസ്ഡ് ടു ഫ്രീക്വന്റ്ലി വിസിറ്റ് ദ ബനിയൻ ട്രീ. ഈ ആൽമരത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ആര് വരുമായിരുന്നു? ആരെ കൊണ്ടുവരുമായിരുന്നു? ദ ബോയ് ടുക്ക് ദ വൈറ്റ് റാറ്റ് വിത്ത് ഹിം അല്ലെ. നമ്മുടെ ഈ ആൺകുട്ടി ഈ വെള്ളലിയെ കൂടെ കൊണ്ടുവരുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ആർക്ക് കാര്യം മനസ്സിലായി? മുത്തശ്ശന് കാര്യം മനസ്സിലായി. ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ്. മുത്തശ്ശൻ എന്നോട് പറയണ്ട, എന്താ പറഞ്ഞേ? ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. എലിയാണ് ആര്? ഈ 3 വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളുടെ ഫാദർ, അച്ഛൻ എന്നും. റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് വെയർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഈ എലികളും അണ്ണാൻ കുഞ്ഞുങ്ങളും അല്ലെ, അണ്ണാനും എന്താണ്? വെയർ റിലേറ്റഡ്, ബന്ധുക്കളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഈ റാറ്റും ഏത് ഫാമിലിയിൽപ്പെട്ട? റോഡന്റ് എന്ന അല്ലെങ്കിൽ കരണ്ട് തിന്നുന്ന ഇനത്തിൽപ്പെട്ട ജീവികളിൽപ്പെട്ട ജീവിയാണ് അല്ലെ. അതുപോലെ സ്ക്വിറലും റാറ്റും റോഡൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരും എന്താണ്? ബന്ധുക്കളാണ്. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പം പൂച്ച, കടുവ, സിംഹം, ഇവരെല്ലാം എന്താണ്? ഇവരെല്ലാം ബന്ധുക്കളാണ് എന്ന പോലെ, അതായത് ഇവരെല്ലാം ഒരു ഫാമിലിയിൽ വരുന്നു എന്ന പോലെ ഈ റാറ്റ്സും വൈറ്റ് സ്ക്വിറലും എന്താണ്? ഈ വൈറ്റ് റാറ്റും ഗ്രേ സ്ക്വിറലും എന്താണ്? ദൈവ്യർ റിലേറ്റഡ് ഈച്ച് അതർ, ബന്ധമുണ്ട് അല്ലെ തമ്മില്. അങ്ങനെ ഇവരിങ്ങനെ പരസ്പര ബന്ധമുള്ളത് കൊണ്ട് ഹി സെറ്റ് ആൻഡ് സോ ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ. അതുകൊണ്ട് എന്തിന് സാധ്യതയുണ്ട്? ഫോർ ദം ടു ഹാവ് ഓഫ് സ്പ്രിങ്സ്. അവർക്ക് ഇരുവർക്കും ദിസ് വൈറ്റ് റാറ്റ് ആൻഡ് ദിസ് ഗ്രേ സ്ക്വിറൽ, ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യാം? ഓഫ് സ്പ്രിങ്. ഓഫ് സ്പ്രിങ് എന്ന് വെച്ചാൽ എന്താണ്? പുതിയ ജനറേഷൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാം. ഇൻ ദിസ് കേസ് ഇവിടെ സംഭവിച്ച എന്താണ്? വൈറ്റ് സ്ക്വിറൽസ്, വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങൾ. അപ്പം ദിസ് ഈസ് ദ സ്ട്രേഞ്ച് കേസ് ദാറ്റ് ദ നരേറ്റഡ് ഇൻ ദ സ്റ്റോറി അബൌട്ട് ദ വൈറ്റ് റാറ്റ് അല്ലെ, ദ വൈറ്റ് റാറ്റ് ആൻഡ് ദ ഗ്രേ സ്ക്വിറൽ. അപ്പൊ ഈ വെള്ളലിയും ഈ ഗ്രേ സ്ക്വിറൽ, ഈ അണ്ണാനും തമ്മിലുള്ള വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അത്ഭുതപ്പെടുത്തുന്ന സംഭവം എന്നുള്ളത് ഇതാണ്. ഓക്കെ, ഈ 3 വെളുത്ത അണ്ണാൻകുഞ്ഞുങ്ങളുടെ ദ സ്റ്റോറി ഓഫ് ദീസ് 3 വൈറ്റ് സ്ക്വിറൽ ബേബീസ്, ഈ 3 വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളുടെ കഥയാണ് ഇവിടെ ഉള്ളത്.
അപ്പൊ ഈ ഇവന്റും കൂടെ ആകുമ്പോഴേക്കും നമ്മുടെ കഥ എന്ത് ചെയ്തിരിക്കുകയാണ്, അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ കഥ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. കാരണം ഇഷ്ടപ്പെടാതിരിക്കാൻ ഒട്ടും വഴിയില്ല. വളരെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ അല്ലെ, വളരെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലാംഗ്വേജിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്, റസ്കിൻ ബോണ്ട് എന്ന എഴുത്തുകാരൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ കഥ അവസാനിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എല്ലാവരും ഒന്ന് കൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക. നിങ്ങളുടെ മൈൻഡിലേക്ക് ഈ കഥയിലെ ഇവന്റ്സ് കൊണ്ടുവരിക. ഫസ്റ്റ് കേസ് എന്താണ്? ഫസ്റ്റ് കേസ് നമ്മൾ ഈ കഥയിൽ പറഞ്ഞ എന്താണ്? ഈ ആൽമരം എന്ന ഈ ബനിയൻ ട്രീയുടെ ആ ഒരു സെറ്റിംഗ് ആണ്. ഈ ബനിയൻ ട്രീ എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ദ ഹൗസ് ഓഫ് ഗ്രാൻഡ് ഫാദർ അല്ലെ, ഓഫ് ദ നരേറ്റർ. ആരുടെ വീട്ടിലാണ്? മുത്തശ്ശന്റെ വീട്ടിലാണ്. വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഡെറാഡൂൺ അല്ലെ, ഡെറാഡൂണിലെ മുത്തശ്ശന്റെ വീട്ടിലാണ് ഈ ആൽമരം ഉള്ളത്. ഓക്കെ, അപ്പൊ അവിടെയുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളും ആരുടെ അധീനതയിലാണ്? മുത്തശ്ശന്റെ അധീനതയിലാണ്. പക്ഷെ ഈ ആൽമരം മാത്രം എന്താണ്? ഈ ആൺകുട്ടിയുടെ അധീനതയിൽ. അതിനുള്ള രസകരമായിട്ടുള്ള കാരണമെല്ലാം എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. അവിടെ നമ്മൾ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു, കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്. ഓക്കെ, ഡെസ്മോണ്ട് എന്ന സ്ഥലത്തെ പ്രഭു. ഓക്കെ, നാടുവാഴിഞ്ഞി അവരെ നമ്മൾ പരിചയപ്പെട്ടു. അതിനുശേഷം ദ ബോയ്സ് അക്വൈന്റൻസ് വിത്ത് എ ഗ്രേ സ്ക്വിറൽ, ഒരു ഗ്രേ സ്ക്വിറൽ, ഈ അണ്ണാനുമായിട്ടുള്ള നമ്മുടെ ഈ ആൺകുട്ടിയുടെ അക്വൈന്റൻസ്, അടുപ്പം, ഫ്രണ്ട്ഷിപ്പ്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? പിന്നെയാണ് വളരെ രസകരമായിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദ ബാറ്റിൽ ബിറ്റ്വീൻ ദ സ്നേക്ക് ആൻഡ് ദ മംഗൂസ്, പാമ്പും കീരിയും തമ്മിലുള്ള യുദ്ധം. മൂന്നാമത്തെ കാര്യമാണ് ഏത്? ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ദ ഗ്രേ സ്ക്വിറൽ ആൻഡ് വൈറ്റ് റാറ്റ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം, ഈ ഇൻസിഡൻസ് എല്ലാം, ഈ ഇവന്റ്സ് എല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പാഠം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിനു മുമ്പ് നമുക്കിവിടെ പേജിന്റെ വലതുവശത്ത് നമുക്ക് 2 ചോദ്യങ്ങൾ വീണ്ടും കാണാം. ആ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം നമുക്ക് നോക്കാം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിന്റെ വലതുവശത്തുള്ള ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം 17th ക്വസ്റ്റ്യൻ ആണ്, 17ാമത്തെ ചോദ്യം, ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യനിലെ 17ാമത്തെ ചോദ്യം. ഹു വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദിസ് ഗേൾ? നമ്മുടെ അണ്ണാന്റെ പുതിയ കൂട്ടുകാരൻ ആരാണ്? അണ്ണാന്റെ കൂട്ടുകാരൻ ആരായിരുന്നു നമുക്കറിയാം, ദ നരേറ്റർ അല്ലെ. നമ്മളെ ഈ കഥ വിവരിക്കുന്ന റസ്കിൻ ബോണ്ട് തന്നെയായിരുന്നു ഈ അണ്ണാന്റെ കൂട്ടുകാരൻ. ഹു വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദിസ് ഗേൾ? ഈ അണ്ണാന്റെ പുതിയ കൂട്ടുകാരൻ ആരാണ്? ദ വൈറ്റ് റാറ്റ് വിച്ച് ബിലോങ്ങഡ് ടു ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശന്റെ വെളുത്ത എലി അല്ലെ, വെള്ളെലി. ഹി വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദിസ് ഗേൾ. അദ്ദേഹമായിരുന്നു ആരുടെ പുതിയ കൂട്ടുകാരൻ? നമ്മുടെ ഈ അണ്ണാന്റെ പുതിയ കൂട്ടുകാരൻ. ദ വൈറ്റ് റാറ്റ് ദ ഗ്രാൻഡ് ഫാദർ ബോട്ട് ഫ്രം ദ ബസാർ ഫോർ 4 annas. 4 അണയ്ക്ക് മുത്തശ്ശൻ ബസാറിൽ നിന്ന്, ചന്തയിൽ നിന്ന് വാങ്ങിച്ച വെളുത്ത എലിയാണ് ആരുടെ കൂട്ടുകാരൻ? നമ്മുടെ ഈ അണ്ണാന്റെ പുതിയ കൂട്ടുകാരൻ. ഇനി അടുത്ത ചോദ്യം തീർന്നിട്ടില്ല, ചോദ്യത്തിന്റെ ബാക്കിയുണ്ട്. ഹൗ ഡിഡ് ദേ എൻജോയ് ദിയർ ഫ്രണ്ട്ഷിപ്പ്? അവരെങ്ങനെയാണ് അവരുടെ സൗഹൃദം, അവരുടെ കൂട്ടുകെട്ട് ആസ്വദിച്ചത്, അവരാഘോഷിച്ചത്? They would go for little excursions through the branches of the banyan tree. ഈ ആൽമരത്തിന്റെ കൊമ്പുകളിലൂടെ കൊച്ചു കൊച്ചു വിനോദയാത്രകളൊക്കെ ആര് നടത്തും? ഇവർ രണ്ടുപേരും. ആരൊക്കെ? ദ വൈറ്റ് റാറ്റ് ആൻഡ് ദ ഗ്രേ സ്ക്വിറൽ. വെളുത്ത എലിയും ഈ അണ്ണാനും എന്ത് ചെയ്യും? കൊച്ചു കൊച്ചു വിനോദയാത്രകളെല്ലാം എന്ത് ചെയ്യും? നടത്തും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഹൗ ഡിഡ് ദ ബോയ് കം ടു നോ? ഈ ആൺകുട്ടി എങ്ങനെയാണ് മനസ്സിലാക്കിയത് ദാറ്റ് ദ സ്ക്വിറൽ വാസ് ബിൽഡിംഗ് എ നെസ്റ്റ്? ഈ അണ്ണാൻ ഒരു കൂടുണ്ടാക്കുകയാണ് എന്ന് ഈ ആൺകുട്ടി എങ്ങനെയാണ് മനസ്സിലാക്കിയത്? The squirrel tried to make nest in the pockets of the boy. ഈ ആൺകുട്ടിയുടെ പോക്കറ്റുകളിൽ നെസ്റ്റ് ഉണ്ടാക്കാൻ, കൂടുണ്ടാക്കാൻ ആര് ശ്രമിക്കുന്നുണ്ടായിരുന്നു? ഈ അണ്ണാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. This the boy found this. ഈ ആൺകുട്ടി ഇത് എങ്ങനെയാ കണ്ടത്? When he changed dresses അല്ലെ, അദ്ദേഹം എന്ത് ചെയ്യും? ഡ്രസ്സ് മാറ്റുമ്പോൾ he found straw and grasses falling from his clothes. അദ്ദേഹം ഡ്രസ്സ് മാറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ തുണിയിൽ നിന്നും വൈക്കോലും പുല്ലും എല്ലാം എന്ത് ചെയ്യും? വീഴാനായിട്ട് തുടങ്ങും. ഇത് എന്ത് ചെയ്തു? ഇത് ആര് കണ്ടു? This was noticed by the boy and he understood that the squirrel was trying to make a nest. ഈ അണ്ണാൻ എന്ത് ചെയ്യാണ്? ഒരു കൂടൊരുക്കുകയാണ് എന്നാർക്ക് മനസ്സിലായി? ഈ ആൺകുട്ടിക്ക് മനസ്സിലായി. നമുക്കിനി അടുത്തതായി 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. വാട്ട് വാസ് ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദ നെസ്റ്റ്? വാട്ട് വാസ് ദ വണ്ടർ? എന്ത് അത്ഭുതമാണ് ദാറ്റ് നേച്ചർ
പ്രകൃതി ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദ നെസ്റ്റ്. ഈ കൂട്ടിൽ അല്ലേ, ഈ സ്ക്വിറലിൻ്റെ, ഈ അണ്ണാൻ്റെ കൂട്ടിൽ പ്രകൃതി എന്ത് അത്ഭുതമാണ് അവർക്ക് വേണ്ടി കാത്തു വെച്ചത് അല്ലെങ്കിൽ ഒരുക്കി വെച്ചത് എന്നാണ് ചോദ്യം. എന്താണ് ഉത്തരം? 3 ലിറ്റിൽ ബേബി സ്ക്വിറൽസ് അല്ലേ, 3 വൈറ്റ് സ്ക്വിറൽസ്, 3 വൈറ്റ് ബേബി സ്ക്വിറൽസ് വാസ് ദ വണ്ടർ അല്ലേ. അതായിരുന്നു എന്ത്? ദീസ് ബേബീസ് വെയർ ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദ നരേറ്റർ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ഇൻ ദ നെസ്റ്റ്. കൂട്ടിൽ പ്രകൃതി അവർക്കായി ഒരുക്കി വെച്ച എന്താണ്? 3 വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെയാണ്. ഓക്കെ, ഇതാണ് 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യങ്ങൾ. അങ്ങനെ ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മുടെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ വശത്ത് നമ്മൾ ഈ കഥ കൂടുതൽ മനസ്സിലാക്കാൻ തന്നിരുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? പരിചയപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ ഈ പാഠം നല്ലതുപോലെ പരിചയപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഈ പാഠം നല്ലതുപോലെ എന്ത് ചെയ്യുക? പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഇതില് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക? തീർച്ചയായും നിങ്ങൾ സംശയം ചോദിക്കുക. അപ്പൊ ഈ ക്ലാസ് ആവർത്തിച്ച് കാണുക. അപ്പൊ ഈ കഥയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം. ഇനി ഈ പാഠം കഴിഞ്ഞിട്ടില്ല, ഇനി ഇതിന്റെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റീസ് കഴിയുമ്പോഴേ നമുക്ക് ഈ പാഠം തീർന്നതായിട്ട് കണക്കാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഇന്ന് കൊണ്ട് നമ്മൾ ഈ പാഠത്തിന്റെ കഥ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പം ക്ലാസ് എല്ലാം ഇഷ്ടപ്പെട്ടു, ഈ കഥയെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോ ഇതിന്റെ ആക്ടിവിറ്റീസുമായിട്ട്, പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.